മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാണ്ഡവം പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് 72-ാം പാദത്തിൻ്റെ 5-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുക. ഒരു നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ ദിവസങ്ങളിലെല്ലാം നീ പ്രത്യേകമായി ഞങ്ങളെ കരുതിയതിന് ഇതിന് കൂടെ നിർത്തിയതിന് ഞങ്ങളിൽ നിന്ന് പറയുന്നു. നല്ല തമ്പുരാനെ, നിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് എപ്പോഴും ആരാധനയും സ്തുതിയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർത്തമാന പുസ്തകത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ സ്നേഹം, കരുതൽ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനുള്ള കൃപയും അനുഗ്രഹം നൽകണമേ. അമ്മേ മാതാവേ, മാർ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, 72-ാം പാദത്തിലെ 5-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ നടക്കുക. 444-ാം പേജ് മുതൽ 457-ാം പേജ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠന വിധേയമാക്കുന്നത്. മലങ്കര സഭയുടെ ചരിത്രത്തിലെ വിപ്ലവകരമായ വർത്തമാന പുസ്തകം 72-ാം പാദത്തിൻ്റെ വിശകലനം നാം ഇവിടെ പൂർത്തിയാക്കുകയാണ്. ദീർഘമായി പാദത്തെ 5 ഭാഗങ്ങളായി തിരിച്ചുള്ള പഠനത്തിൻ്റെ 5-ാമത്തെ ക്ലാസ്സാണിത്. വിദേശ മിഷണറിമാർ റോമിലേക്കും മാർത്തോമാ മെത്രാൻ്റെ സഭാപ്രവേശനത്തെ തടയാൻ വേണ്ടി അയച്ച കത്തുകളിലെ ചതിക്കുഴികളെ തുറന്നു കാട്ടുന്നതിനോടൊപ്പം തന്നെ അവർ ഉന്നയിച്ച വ്യാജവാദങ്ങൾക്ക് പാറേമാക്കൽ തോമാ കത്തനാർ നൽകുന്ന ശക്തമായ മറുപടികളുമാണ് ഈ ഭാഗത്തിൻ്റെ കാതൽ. അതുപോലെ 5 ആശയങ്ങളായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും നമ്മൾ ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം ഇതാണ്: മിഷണറിമാരുടെ സങ്കടങ്ങൾ ഒരു പരിഹാസമാണ്. മലങ്കരയിൽ മിഷണറിമാർ വലിയ പീഡനങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നുവെന്ന് യൂറോപ്പിലേക്ക് എഴുതി അറിയിക്കുന്നതിനെ കത്തനാർ നിശിതമായി പരിഹസിക്കുന്നു. മിഷണറിമാർ അനുഭവിക്കുന്ന യഥാർത്ഥ സങ്കടം നല്ല ചാരായവും പോർക്കിറച്ചിയും കോഴിയും മുട്ടയും അടക്കമുള്ള ഭോഗവസ്തുക്കൾ ലഭിക്കാത്തതാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. പള്ളികളിലെ നേർച്ചപ്പണം വാരിക്കെട്ടി സ്വന്തം ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും സുഖലോലുപതയിൽ കഴിയുന്നതിനുമാണ് ഇവർ മിശിഹായുടെ പേരിൽ പാടുപെടുന്നു എന്ന് പറയുന്നത്. ചൈനയിലോ സിലോണിലോ പോയി മിശിഹായ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പാടുപെടാൻ ഇവർക്ക് ഭയമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മിഷണറിമാരുടെ സങ്കടങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ സങ്കടം എന്താണ് എന്ന് പാറേമാക്കൽ തോമാ കത്തനാർ ഇവിടെ സമർത്ഥിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. ഈ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് പള്ളികളുടെ ഉടമസ്ഥാവകാശവും നസ്രാണികളുടെ സ്വാതന്ത്ര്യവും. റോമിൽ നിന്നും പ്രത്യേകം കൽപ്പന ലഭിക്കാതെ പള്ളികൾ വിട്ടു നൽകില്ലെന്ന മിഷണറിമാരുടെ നിലപാടിനെ കത്തനാർ ആദ്യം ചോദ്യം ചെയ്യുന്നു. മലങ്കരയിലെ പള്ളികൾ മിഷണറിമാരുടെ പിതാക്കന്മാർ പണിയിച്ചതല്ലെന്നും നസ്രാണികൾ മിഷണറിമാരുടെ അടിമകളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സഭയുടെ യോഗത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വിദേശികളെ സ്വീകരിക്കുകയുള്ളൂ. മെത്രാപ്പൊലീത്തായെ തിരഞ്ഞെടുത്ത നിമിഷം തന്നെ ദൈവം അദ്ദേഹത്തിന് ആത്മീയ അധികാരം നൽകി കഴിഞ്ഞു. വിദേശികളുടെ തട്ടിപ്പും ഉപായവും ഇനി മലങ്കരയിൽ ചിലവാകില്ലെന്ന് അദ്ദേഹം താക്കീത് നൽകുന്നു. മൂന്നാമത്തെ ആശയം ഇതാണ്: ഉദയംപേർ സുനകദോസും സത്യവിശ്വാസവും. മാർത്തോമാ മെത്രാൻ കത്തോലിക്ക സഭയിലേക്ക് വരുന്നത് തടയാൻ മിഷണറിമാർ ഉന്നയിച്ച ഒരു തടസ്സം അദ്ദേഹം ഉദയംപേരൂർ സുനകദോസ് അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഇതിന് കത്തനാർ നൽകുന്ന മറുപടി അത്യന്തം യുക്തിഭദ്രമാണ്. ഉദയംപേരൂർ സുനകദോസ് എന്നത് വിശ്വാസത്തിൻ്റെ കാതലായ ഒന്നല്ലെന്നും അത് മിശിഹായോ സ്ലേഹന്മാരോ പഠിപ്പിച്ചതല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയൊരു സുനകദോസിനെക്കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല. അതിനാൽ ഇത് അംഗീകരിക്കാത്തതുകൊണ്ട് ഒരാൾക്ക് സത്യവിശ്വാസം നിഷേധിക്കുന്നത് അനീതിയാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. നാലാമത്തെ ആശയം ഇതാണ്: സിമ്മോണിയ, അതായത് വിശുദ്ധ വസ്തുക്കൾ വിൽക്കുന്നു എന്നുള്ള ആരോപണം. മാർത്തോമാ മെത്രാൻ ആത്മീയ കാര്യങ്ങൾക്ക് പണം വാങ്ങുന്നു എന്ന ആരോപണത്തെ കത്തനാർ പ്രതിരോധിക്കുന്നു.
യൂറോപ്പിലെ പോലെ പള്ളികളിൽ നിന്നും ഓഹരിയോ ശമ്പളമോ ഇവിടുത്തെ മെത്രാന്മാർക്ക് ലഭിക്കുന്നില്ല. വിശപ്പും ദാഹവുമുള്ള മനുഷ്യനായ മെത്രാൻ വിശ്വാസികൾ നൽകുന്ന സ്വമനസാലിയുള്ള ദാനങ്ങൾ സ്വീകരിക്കുന്നത് ദൈവകൽപ്പനയ്ക്കും ദൈവശാസ്ത്രത്തിനും വിരുദ്ധമല്ല. ബലിപീഠത്തിലെ വേല ചെയ്യുന്നവൻ ബലിപീഠം കൊണ്ട് ജീവിക്കണം. കുർബാനയ്ക്കും കല്യാണത്തിനും പ്രതിഫലം വാങ്ങുന്ന എല്ലാ പട്ടക്കാരും മിഷണറിമാരുടെ ഭാഷ്യപ്രകാരം സിമ്മോണിയ കാട്ടുന്നവരായി മാറിയില്ലേ എന്ന് അദ്ദേഹം തിരികെ ചോദിക്കുകയാണ്. അഞ്ചാമത്തെ ആശയം ഇതാണ്: മിഷണറിമാരുടെ കുടില തന്ത്രങ്ങളും മലങ്കരയുടെ ഐക്യവും. മാർത്തോമ മെത്രാൻ സഭയിൽ ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജനങ്ങൾ കുറിലോസിനെ മെത്രാനായി സ്വീകരിക്കുമെന്ന മിഷണറിമാരുടെ വാദം പച്ചക്കള്ളമാണെന്ന് കത്തനാർ പറയുന്നു. അപ്പനെ മകനും മകനെ അപ്പനും ചതിക്കുന്ന യൂറോപ്യൻ സ്വഭാവം നസ്രാണികൾക്കില്ല. തങ്ങളുടെ ആത്മീയ ആചാര്യൻ സത്യവിശ്വാസം സ്വീകരിക്കുമ്പോൾ ജനങ്ങളും അത് സ്വീകരിക്കും. മിഷണറിമാർക്ക് മലങ്കരയിലുള്ള ആധിപത്യം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ റോമിലേക്കും പോർച്ചുഗലിലേക്കും ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി അയക്കുന്നത്. എന്നാൽ കടലിലും കരയിലും ഇവർ ചെയ്ത ചതികളെ മറികടന്ന് സഭയുടെ പൂർണ്ണ അധികാരത്തോടെ തങ്ങൾ മടങ്ങിയെത്തുമെന്ന് കത്തനാർ പ്രഖ്യാപിക്കുകയാണ്. വലിയ തീഷ്ണതയോടെയുള്ള കത്തനാരുടെ വാഗ്വാദങ്ങളും യുക്തിഭദ്രമായ മറുപടികളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കണ്ടത്. ഇത് മനഃപൂർവ്വം പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മിഷണറിമാർ മലങ്കരയിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ എന്താണെന്നാണ് കത്തനാർ പരിഹസിക്കുന്നത്. നല്ല ചാരായവും ഇറച്ചിയും മുട്ടയും അടക്കമുള്ള തീനും കുടിയും ലഭിക്കാത്ത തന്നെയാണ് സങ്കടങ്ങളായി കത്തനാരെ ചിത്രീകരിക്കുന്നത്. റോമിൽ നിന്നുള്ള കൽപ്പന കൂടാതെ ലത്തീൻ സുറിയാനി പള്ളികൾ വിടില്ലെന്ന് മിഷണറിമാർ പറയാൻ കാരണമെന്നത് നാട്ടുകാരനായ മെത്രാപ്പൊലീത്തായ ജനങ്ങൾ സ്വീകരിക്കുകയും തങ്ങളെ പുറന്തള്ളുകയും ചെയ്യുമെന്ന ഭയം കാരണം. ഞങ്ങളുടെ പള്ളികൾ നീയും നിൻ്റെ കാരണവന്മാരും പണിയിച്ചതല്ല, ആരോട് പറഞ്ഞു? പാറയമാക്കൽ കത്തനാർ വിദേശ മിഷണറിമാരോട്. ഒരാളെ മെത്രാനായി വാഴിക്കുന്ന നിമിഷം തന്നെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരം നൽകുന്നത് ആരാണ്? ദൈവം. ഉദയംപേർ സുനകദോസിനെ കുറിച്ച് കത്തനാരുടെ നിലപാടെന്താണ്? അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമല്ലെന്നും മിശിഹായോ ശ്ലീഹന്മാരോ അത് പഠിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കരുതി. മാർത്തോമ മെത്രാൻ കത്തോലിക്ക സഭയെ ചേരാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് കത്തനാർ ഉറച്ചു വിശ്വസിക്കുന്നത്? സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രം. ആത്മീയ സേവനം ചെയ്യുന്നവർ ഉണ്ണാനും ഉടുക്കാനുമുള്ളത് ലോകരിൽ നിന്നും സ്വീകരിക്കുന്നത് ന്യായമാണെന്ന് പറയുന്ന നിയമം ഏത്? ദൈവകൽപ്പനയും ദൈവശാസ്ത്രവും. സിമ്മോണിയ എന്നാൽ എന്ത്? ആത്മീയ സ്ഥാനങ്ങളോ വിശുദ്ധ വസ്തുക്കളോ പണം കൊടുത്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. മാർത്തോമ മെത്രാൻ സഭയിൽ ചേരുന്നതിനെ തടയാൻ മിഷണറിമാർ ആരുടെ അതൃപ്തിയാണ് ഭയപ്പെടുത്തിയത്? പോർച്ചുഗൽ രാജ്ഞിയുടെ. മിഷണന്മാർ എഴുതിയ മൂന്നാമത്തെ നുണ എന്തായിരുന്നു? മാർത്തോമ മെത്രാൻ സഭയിൽ ചേർന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് കുറിലോസിനെ സ്വീകരിക്കുമെന്ന്. നസ്രാണികളുടെ സ്വഭാവത്തെക്കുറിച്ച് കത്തനാർ എടുത്തു പറയുന്ന പ്രത്യേകത എന്ത്? കാരണവന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ചതിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന സ്വഭാവം നസ്രാണികൾക്കില്ല. മിഷണറിമാർ നസ്രാണികളെ അടിമകളായി കാണുന്നതിനെ കത്തനാർ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? അഹങ്കാര സംസ്കാരം അല്ലെങ്കിൽ അഹങ്കാര സംസാരം.